ഹായ് ഫ്രണ്ട്സ്, 10th ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള PYQ ആണ് നോക്കുന്നത്. 85/2024 നടന്ന മുൻവർഷ ചോദ്യപേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ എന്ന് പറയുന്നത് WC ബാനർജി. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് ധാക്കയാണ്. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30 രൂപീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് ധാക്കയാണ്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആഗ ഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ മുൽക്കാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗ ഖാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി. ബംഗാളിനെ രണ്ടായി വിഭജിച്ചത് ആരാണ്? കട്സൺ പ്രഭു ആണ്. അപ്പോൾ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കട്സൺ പ്രഭു. 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷന്റെ തലവൻ തോമസ് റാലെയാണ്. അതേക്കൂട്ട് തന്നെ വില്യം ബെൻഡിക് പ്രഭു, സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബെൻഡിക് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയും കോൺവാലിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരാണ്? നേതാക്കൾ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായുമാണ്. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ എന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ്. അപ്പോൾ 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരാണ്? കട്സൺ പ്രഭു ആണ്. വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിരോധിച്ചത്. പെൺ ശിശുഹത്യ നിരോധിച്ചതും വില്യം ബെൻഡിക് ആണ്. കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ്. കോൺവാലിസ് പ്രഭു. പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭു ആണ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് ധാക്കയാണ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1906 ഡിസംബർ 30 അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗ ഖാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായും ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയി ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതെന്ന് വെച്ചാൽ 1949 നവംബർ 26 ഇന്ത്യ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അപ്പം സ്വീകരിക്കപ്പെട്ട വർഷമാണ് നവംബർ 26. ഈ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ് 1950 ജനുവരി 26. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. ബാക്കി 3 ശരിയാണ്. എഴുതപ്പെട്ട ഭരണഘടന, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. താഴെ തന്നിരിക്കുന്ന എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതൊക്കെയാണ്? ഇന്ത്യയും അതേപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളും. ഇന്ത്യ അമേരിക്ക ഐക്യനാടുകളുമാണ്. എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം. താഴെ തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശമല്ല. അതെന്ന് പറയുന്നത് ഒരു നിയമ അവകാശമാണ്. ബാക്കി 3 മൗലിക അവകാശം. അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഇത് 3 എന്താണ്? മൗലിക അവകാശമാണ്.
പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് ആരാണ്? കേളപ്പനായാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1930 1930 ഏപ്രിൽ 13 കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്നിവയായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ്. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പൻ ആണ്. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇന്ത്യ സംഘടിത സമരമാണ് ഏത് എന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. കൽപ്പാത്തി എന്ന് പറയുന്നത് സമരം എന്ന് പറഞ്ഞാൽ പാലക്കാട് കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ആൻസർ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്തതും ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന പുസ്തകം രചിച്ചത്. പ്രാചീന മലയാളം, ആദിഭാഷ ഇതൊക്കെ ആരാണ് രചിച്ചത്? ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ചിന്താ പദ്ധതി, അതേപോലെ തന്നെ അദ്വൈത വരം, ആദിഭാഷ, വേദാന്ത സാരം ഇവയൊക്കെ ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായ അയനയിൽ ചേർന്ന മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി അയ്യന്നയിൽ ചേർന്ന മലയാളിയാണ് ആര് എന്ന് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ ജനിച്ച ജന്മസ്ഥലം ചിറയൻകീഴാണ്, തിരുവനന്തപുരം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി അയ്യന്നയിൽ ചേർന്ന വ്യക്തിയാണ്. വക്കം അബ്ദുൽ ഖാദർ മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സ്ഥലം എന്ന് വെച്ചാൽ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാരണമായ സംഘടന സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഗഗൻയാൻ ആണ്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? സ്പെയിൻ ആണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജന എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ പട്ടേലിൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയനാണ് ആര് എന്ന് പറയുന്നത്? VP മേനോനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല കാർഷിക മേഖല. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. RBI ഗവർണർ, ഇപ്പോഴത്തെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കാരക്കോറം ആണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർന്നിട്ടുള്ളവയെ കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്
ആൻസർ എന്ന് പറയുന്നത് കബനി. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന ഏതാണ് മക്മോഹൻ രേഖ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിലേക്കും ഗൾഫ് ഓഫ് മാന്നാറുമാണ്. ഇന്ത്യ മാലദ്വീപാണ് 8 ഡിഗ്രി ചാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻഡ് രേഖ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2015 ഡിസംബർ 5-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാമ്പാടുംചോലയാണ്. കേരളത്തിലെ തദ്ദേശ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ എന്ന് പറയുന്നത് KM ഷാജിയാണ്. ഇപ്പോഴത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് KM ഷാജി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ മംഗളവനമാണ്. അപ്പോൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? കുമരകം, ചൂലന്നൂർ, മംഗളവനം, കടലുണ്ടി, അരിപ്പ, തട്ടേക്കാട്. അപ്പം കുമരകം, ചൂലന്നൂർ, മംഗളവനം, കടലുണ്ടി, അരിപ്പ, തട്ടേക്കാടാണ്. കുമാരൻ എന്ന് പറയുന്ന ചൂലെടുത്ത് മംഗളയുടെ കടലപ്പരിപ്പ് തട്ടിക്കളഞ്ഞു. കുമാരൻ ചൂലെടുത്ത് മംഗളയുടെ കടലപ്പരിപ്പ് തട്ടിക്കളഞ്ഞു. അപ്പോൾ കുമാരൻ കുമരകം, ചൂലെടുത്ത് ചൂലന്നൂർ, മംഗളയുടെ മംഗളവനം, കടലുണ്ടി, പരിപ്പ് അരിപ്പ, തട്ടിക്കളഞ്ഞു തട്ടേക്കാട്. അടുത്ത മംഗളവനം എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എറണാകുളമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കണ്ടവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഇടുക്കി ആണ്.